ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിലുള്ള ഇങ്ങനത്തെ 4 പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പേപ്പർ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കരുത്. ഇതേപോലെ 4 പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഇങ്ങനെ മടക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ മടക്കിയെടുത്തു. അപ്പോൾ നിങ്ങൾ മടക്കിയെടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പേപ്പർ ഇട്ടാം. എന്നിട്ട് ഇതേമാതിരി ഒരു വട്ടം സാധനം എടുത്തിട്ട് ഞാൻ അതേപോലെ വരയ്ക്കുന്നുണ്ട്. ഒരു മൂടി എടുത്തിട്ട് അപ്പോൾ വട്ടാകൃതിയിൽ ഏത് സാധനങ്ങൾക്ക് എടുക്കട്ടോ. എന്നിട്ട് ഇതേമാതിരി പെൻസിലോ സ്കെച്ചോ എന്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു പേപ്പറിൽ 2 വട്ടം എനിക്ക് വരയ്ക്കാൻ പറ്റിയത്. അപ്പോൾ 2 വട്ടം ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നല്ല വൃത്തിക്കിൽ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ വട്ടം കിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം കട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്ക് 6 എണ്ണമാണ് ഇപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പേപ്പർ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു പേപ്പർ എന്നിട്ടേക്ക് 6 പേപ്പറാണ് കിട്ടിയത്. എന്നിട്ട് ഇതേപോലെ തന്നെ ഒരു വട്ടമുള്ളൊരു സാധനം എടുത്തിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ കയ്യിലുള്ള ഒരു പേപ്പർ ഒട്ടിക്കുന്ന ഒരു പശ എടുത്തിട്ടാണ് ഞാൻ അതിൽ ചുറ്റിൽ ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങളതിലുള്ള ഏത് പശാലും അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിൽ ഏത് പശ ഉണ്ടെങ്കിലും എടുത്തിട്ട് ഒട്ടിക്കുക. അപ്പോൾ അതിൻ്റെ ഈ ഒരു എന്താ പറയുക പേപ്പറിൻ്റെ നടുവിലായിട്ട് ഇതേപോലെ പശ തേച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു പാത്രത്തിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ പേപ്പർ ലെയറായിട്ട് ഇങ്ങനെ വെച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ വെച്ച് പോണ സമയത്ത് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം ഇതെൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ തന്നെ ഞാൻ കുറച്ചധികം നമ്മൾ മുറിച്ച് വെച്ച എല്ലാ പേപ്പറും നല്ല അമർത്തിയിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കുക. കാരണം അമർത്തിയില്ലെങ്കിൽ ഇത് എന്താ പറയുക, പേപ്പർ നമ്മൾ വട്ടത്തെ ലെയർ വെക്കുമ്പോഴത്തേക്കും ഇതിൽ ഫസ്റ്റ് വെച്ച ലെയർ ഇങ്ങോട്ട് വരും. എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. പിന്നെ വല്ല നമ്മളെ മറ്റേ പ്ലാസ്റ്റിക് പാത്രം, കുപ്പിൻ്റെ അടിഭാഗമൊക്കെ എടുക്കണം വെച്ചാൽ നമുക്കതിങ്ങനെ പുഷ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പൂവ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു പാത്രത്തിൽ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പൂവ് ഇവിടുന്ന് എടുക്കാനായിട്ട്. അപ്പോൾ അത് അവസാന ലെയറിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവസാന ലെയർ എത്തിന് എങ്ങനെ അറിയാച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കാണാനായിട്ടും കുറേ ഇങ്ങനെ ഫില്ലായി ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫുള്ള് എല്ലായി വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ അതാ ഞാൻ അവസാനത്തെ ലെയറോട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പുഷ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വല്ല പ്ലാസ്റ്റിക് പാത്രമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇത് ഒത്തിരി